അതിദാരിദ്ര്യ മുക്തമായുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന വിപുലമായ ചടങ്ങിന്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് എത്താം. അതിനു മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വയനാട്ടിലേക്ക് നമുക്കൊന്ന് പോകണം. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം വരുന്നതിന് മുൻപേ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ ജീവിത നിലവാരം ഉയർത്തിയ ഒരു വിഭാഗം മനുഷ്യരുണ്ട് വയനാട്ടിൽ. വയനാട് തിരുനെല്ലി പഞ്ചായത്തിലെ നാരങ്ങക്കുന്ന് ഉന്നതിയിൽ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട പണിയ, അടിയ, കുറിച്യ, നായ്ക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന ഈയിടത്ത് 5 വർഷങ്ങൾക്ക് മുൻപ് റോഡോ കുടിവെള്ളമോ അടച്ചുറപ്പുള്ള ഒരു വീടോ ഉണ്ടായിരുന്നില്ല. സർക്കാർ സംവിധാനങ്ങൾ നിരന്തരം കൃത്യതയാർന്ന ഇടപെടലിലൂടെ വർഷങ്ങൾക്കിപ്പുറം ആ മനുഷ്യരുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ദീപക് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഇന്ന് നവംബർ 1-ാം തീയതി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായി വയനാട് ജില്ലയിലെ തിരുനെല്ലി പഞ്ചായത്തിലുള്ള 11-ാം വാർഡിലെ നാരങ്ങക്കുന്ന് ഉന്നതിയിലുള്ള വിശേഷങ്ങളാണ്. മുൻപ് 5 വർഷം മുൻപ് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം? ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഇപ്പോൾ നമ്മുടെ കാട്ടുനായ്ക്ക പാക്കേജിലാണ് അവർക്ക് വീട് കൊടുത്തത്. ബാക്കി ഈ കോളനിയിൽ, ഈ നാരങ്ങക്കുന്ന് കോളനിയിൽ ഈ ഫുട്പാത്ത് എന്ന് പറയാൻ ഇനിയില്ല, വെക്കാനില്ല. മുൻപ് റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുടെയൊക്കെ ദീർഘനാളായിട്ടുള്ള ആവശ്യമായിരുന്നു ഫുട്പാത്ത് റോഡുകൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ എത്ര റോഡുകളുടെ പണി പൂർത്തിയായി? ഇപ്പോൾ ഇവിടെ 7 റോഡുകളുടെ പണി പൂർത്തിയായി. ഇപ്പോൾ ഈ കഴിഞ്ഞിടയിലാണ് ഇപ്പോൾ ഒരു ഫുട്പാത്തിൻ്റെ പണി കഴിഞ്ഞതേ ഉള്ളൂ. ഒരു 20ഓളം പേർക്ക് വീട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിദാരിദ്ര്യപ്പെട്ടവർക്ക് എല്ലാ മാസവും കറക്റ്റായിട്ട് കിറ്റ് അംഗനവാടി കൊണ്ടുപോയി. എന്തൊക്കെ സംരംഭങ്ങളാണ് ഈ ഉന്നതിയിൽ നിലവിലുള്ളത്? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് 9ഓളം സംരംഭം നമ്മൾ ഈ വാർഡിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് 50,000 രൂപ വെച്ച് ഓരോ അംഗങ്ങളും, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നവരുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്ക് നമ്മൾ 50,000 രൂപ കൊടുക്കും മാസത്തവണകളായിട്ട്. അത് അവർ അടച്ചു തീർത്താൽ മതി. അത് 9 സംരംഭവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കുറെ കാലം ഇവിടെ താമസിക്കുന്നു. മുൻപൊന്നും ഭൂമിക്ക് പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ നാളായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നോ പട്ടയം വേണമെന്ന്? അന്നേരം പിന്നെ നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അച്ഛാമ്മമാർക്ക് പിന്നെ അതിൻ്റെ ഇടപെടലൊന്നും ഇല്ല. എവിടെ പോയിട്ട് കാട്ടിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടോന്ന് ആർക്കറിയുന്നു? നമുക്കറിയോ? അന്നേരം നമുക്കൊക്കെ ചേർതല്ലേ. 5 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാറ്റം ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നത്? വിദ്യാഭ്യാസ മേഖല വളരെയധികം മാറ്റങ്ങളിലൂടെ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും അക്ഷരങ്ങൾ, ഉന്നതിയിൽ തന്നെ നമ്മുടെ ട്രൈബ്സ് മേഖല എല്ലാ കുട്ടികൾക്കും അക്ഷരങ്ങൾ, മലയാളം ആയാലും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും പൂർണ്ണമായിട്ട് എല്ലാ കുട്ടികൾക്കും അറിയാമെന്ന് നമുക്ക് നല്ല ഇതായിട്ട് തന്നെ പറയാൻ പറ്റും. സർക്കാർ പദ്ധതി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ വെളിച്ചമാകുന്നു എന്നതിനുള്ള തെളിവാണ് നാരങ്ങക്കുന്നുന്നതി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി സർക്കാർ നടപ്പിലാക്കുമ്പോൾ പ്രതീക്ഷയോടെ നിരവധി പേരാണ് കാത്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബ്ദുലാംബയ്ക്കും മുജീബ് ടിറ്റിക്കുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. അധികൃതരുടെ കൃത്യമായ ഇടപെടലിലൂടെ ജീവിതത്തിന്റെ ഉന്നതിയിലേക്ക് ചുവട് വെക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കേട്ടത്.